ഒരുപാട് ഇഷ്യൂസിലൂടെ എല്ലാ മനുഷ്യനും കടന്നുപോകും. അതിനെ നോക്കിക്കാണുന്ന രീതിയാണ് ഓരോ മനുഷ്യനെയും വ്യത്യസ്തമാക്കുന്നത് ല്ലേ? നിങ്ങളെ ഫ്രണ്ടിനൊരു ഇഷ്യൂ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് പറയാൻ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെക്കൊണ്ട് പറയാൻ സാധിക്കും ല്ലേ? അതേ സമയം അതേ ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാറുണ്ടോ? മെജോറിറ്റി ഓഫ് ദ ആളുകളുടെ ആൻസർ നോ തന്നെ ആയിരിക്കും അല്ലേ? അതിന് കാരണം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് നമ്മളുടെ ലൈഫിൽ നമുക്കൊരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ കളക്കളത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം നമ്മളെ ഫ്രണ്ടിൻ്റെ ഇഷ്യൂ പറയുന്ന സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് ബോക്സ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കെപ്പോഴും ഒരു ഇഷ്യൂ നടക്കുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കിയാൽ അതിനെന്ത് സൊല്യൂഷനാ കൊടുക്കേണ്ടതെന്ന് അറിയണ്ടാവില്ല. അതേസമയം നമ്മൾ പുറത്തുനിന്ന് മൂന്നാമതൊരാളായിട്ട് നോക്കി കാണുമ്പോഴാണ് എന്തൊക്കെ പഴുതിലൂടെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്ക് അവിടെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതേപോലെ നിങ്ങളെ ലൈഫിൽ ഒരു ഇഷ്യൂ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് മാറിയിട്ട് ഒരു മൂന്നാമതൊരാളായിട്ട് ചിന്തിക്കുന്ന സമയത്താണ് ശരിക്കും നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഇഷ്യൂവിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കാതെ ഔട്ട് ഓഫ് ബോക്സിൽ ഇരുന്നിട്ട് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക.